മീ ശ്രീനാഥ് ഗൈബർ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ നമ്മൾ കുറച്ച് പരിപാടി ചെയ്യുമ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞില്ലേ മക്കളെ, ഒരു സാധനം ഉണ്ടാക്കുമെന്ന്. അത് നമ്മൾ ഉണ്ടാക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഇവിടെ ഉണ്ട്, അണ്ടർഗ്രൗണ്ട്. പിന്നെ നമ്മൾ കുറേ ഇതൊക്കെ കുടിച്ചിരുന്നു, പല സെറ്റപ്പ് നമ്മൾ കാട്ടിയിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി കിട്ടുക്കാഴ്ചയായിട്ട് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മളെ വീട്ടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടൈം നമുക്ക് ഇത് മുറിക്കാം ഗൈസ്. ഇത് മുറിച്ചാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇതായിരിക്കും. ഓക്കെ ഓക്കെ, നമ്മളിതാ പോവാണ്. അയ്യോ, ചേടാൻ പറ്റില്ലേ? ഓ ഗൈസ്, നമ്മളിതാ പോകണു. നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അണ്ടർ ഗ്രൗണ്ട് ബേസ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഇവിടെ നമ്മൾ 2 ചെസ്റ്റ് വെക്കുന്നതായിരിക്കും. നോക്കട്ടെ, 2 ചെസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ചെസ്റ്റ് ഉണ്ട്. ഇവിടെ പക്ഷേ സ്പെഷ്യൽ ചെസ്റ്റ് ആയിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത്. ഓൾസോ സ്പെഷ്യൽ ചെസ്റ്റ് കണ്ട, ഈ സ്പെഷ്യൽ ചെസ്റ്റ് ആയിരിക്കും നമ്മൾ വെക്കാൻ പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഇരുന്നോട്ടല്ലേ ഗൈസ്, രണ്ടെണ്ണം ഇരുന്നോട്ടെ. അയ്യോ, അപ്പോൾ എന്ത് വലിയ ചെസ്റ്റാണ് ഇത്. ഓക്കെ, നമ്മൾ അത്യാവശ്യത്തിൽ ചെസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഴിച്ച് തുടങ്ങാം. ഇനി ഇവിടെ ഒരു ക്യാമ്പ് ഫയർ അങ്ങോട്ട് സെറ്റാക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ച് തുടങ്ങാം ഗൈസ്. ഇവിടെ ഇങ്ങനെ കുഴിച്ച് തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ കുഴിച്ച് പോവാം. ഓക്കെ 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 ഗൈസ്, ഇനി ഇഷ്ടംപോലെ സ്ഥലം കുഴിക്കാനുണ്ട്. നമ്മുടെ ബേസ് നമ്മൾ എവിടെയാക്കിയിട്ട് തീരുമാനിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അങ്ങോട്ട് ആക്കൂലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുഴിച്ചു പോകുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പണിയേ ഉള്ളൂ. ഇനി നേരെ കുറേ ഗ്യാപ്പ് ഉണ്ടാക്കുക. ഇപ്പം ഇതിൻ്റെ മുകളിൽ മുതൽ കുറേ ഗ്യാപ്പ് ഉണ്ടാക്കുക, നിറച്ച് കുറേ ഗ്യാപ്പ് ഉണ്ടാക്കുക. ഓക്കെ, ഇവിടെ ഫുള്ള് വെളിച്ചം വേണട്ടോ, ഒരു ഇരുട്ട് പരിപാടിയും പാടില്ല. ഈ കുറച്ച് ഇരുട്ടായി തുടങ്ങി ഗൈസ്. ഇവിടെ തൊട്ടടുത്ത് തീ വെച്ചിട്ടുള്ളൂ. ഇവിടെ നച്ച് നമ്മൾ തീയാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾസോ ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഈ പണി കംപ്ലീറ്റ് ആവണ വരെ പറ്റുള്ളൂ. ഇത് എളുപ്പമല്ല ഗൈസ് ഈ പണി കംപ്ലീറ്റ് ആക്കാൻ. നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് അയ്യേ ഇതെന്ത് സിമ്പിള് എന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ പണി കണ്ടപ്പോൾ മോനെ എത്ര പണി ചെയ്യാൻ അറിയോ. ഒരു 10-20 വീഡിയോസ് എങ്കിലും കഴിഞ്ഞാലാണ്, അല്ല 10-20 പാർട്ടെങ്കിലും കഴിഞ്ഞാലാണ് ഈ ഒരു ഇത് സെറ്റപ്പ് ആവുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിനി ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് കുഴിച്ച് പോവാനെ. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് ഒന്നും നോക്കാതെ അങ്ങോട്ട് കുഴിച്ച് പോവാണ് ഗൈസ്. ഇനി നേരെ നമ്മൾ ഇങ്ങോട്ട് വലിയൊരു ഇതാക്കും. നമ്മൾ എന്നിട്ട് ഇവിടുന്ന് ഇതാക്കാം. ഈ കട്ടയിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയൊരു കുഴിയാക്കാൻ പോവാ. ഓക്കെ, അത്രയ്ക്കും പണിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. ഇന്ന് പക്ഷേ ഇതിൻ്റെ അധികം പണി ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ക്യാമ്പ് ഫയർ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇവിടെ നമ്മൾ വരുന്ന എന്തിനറിയോ, നമ്മൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ള പകുതി മുക്കാലും സാധനങ്ങൾ നമ്മൾ ഈ ചെസ്റ്റിലിടാൻ പോവാ. എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇവിടെ ഒരു
5-6 എപ്പിസോഡ് വരെ നമ്മൾ ഇവിടെ വെറുതെ വരുള്ളൂ. പിന്നെ ആ ഒരു എപ്പിസോഡൊക്കെ കഴിഞ്ഞ മോനെ നിങ്ങൾ ഒന്ന് ഓർത്തോ മോനെ. ഒരു മിനിറ്റ്, നമ്മൾ ഇഷ്ടം പോലെ കാര്യം അങ്ങോട്ട് ചെയ്യും. നമ്മൾ ചിക്കനോ എന്തൊക്കെയോ കൊടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ചെസ്റ്റോ ചെസ്റ്റ് നീളത്തിൽ വരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് എൻ്റെ കയ്യിലിരുന്നോട്ടെ. നീലത്തീയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ. ഈ തീ ചിലപ്പോൾ ആവശ്യം വരും. ഇത് അയ്യോ, ഇത് ഓക്കെ. അയ്യോ, ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചെസ്റ്റിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാധനമായിട്ടറിയോ ഗൈസ്, ഈ സാധനമായിട്ടാണ് നമ്മൾ പോവാൻ പോകുന്നത്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ തീയും ഉണ്ടായിക്കോട്ടെ, ഈ ഒരു സാധനം ഉണ്ടായിക്കോട്ടെ. ഇവിടെ ഇത് അടിച്ച് മെഴുകുതിരി വേണം. ഡോറിൻ്റെ അപ്പുറത്ത് വരെ മെഴുകുതിരി, ഇപ്പുറത്തും. ഇതെന്താണ് മെഴുകുതിരിക്ക് ഇവിടെ ഇന്നൂടെ ഗൈസ്. ഇവിടെ നിറച്ച് മെഴുകുതിരിയാണ് ഗൈസ്. പോണ വഴിക്കൊക്കെ മെഴുകുതിരിയാണ്. നമുക്കപ്പോൾ തീൻ്റെ ആവശ്യമില്ലല്ലേ സത്യം പറഞ്ഞാൽ, മെഴുകുതിരി തന്നെ മതിയില്ലേ. ശരി, നമ്മൾ പെട്ടു. തേങ്കോയ്, നീ അറിഞ്ഞ ഞാൻ പെട്ടില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടിട്ടില്ല കേട്ടോ. ഇനി കുറച്ചും കൂടി വന്നാൽ ഇവിടെ ക്യാമ്പ് ഫയർ ഇരുന്നോട്ടെ. ഇവിടെ ടൂർച്ച് അല്ല, നമ്മുടെ മെഴുകുതിരി ഇവിടെ നിറച്ച മെഴുകുതിരി വേണം. ഇവിടെ ഫുള്ളും മെഴുകുതിരി ഇരുന്നോട്ടെ. ഇനി ഈ മണ്ണിലും 2 ഭാഗത്തും മെഴുകുതിരി. അയ്യോ, 2 മെഴുകുതിരി ഒരുമിച്ച് കൂട്ടും. നമ്മുടെ വീട്ടിൽ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ ഈ തീ ഇനി ഉപയോഗിക്കണില്ല. പകരം നമ്മൾ ഈ മെഴുകുതിരി ഉപയോഗിക്കും. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് ഈ മെഴുകുതിരി നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെസ്റ്റിൽ തിരയണ സാധനമായിരുന്നു മെഴുകുതിരി. അതങ്ങനെ അവസാനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് നമ്മുടെ പാട്ട വീട്? നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ ചെയ്തതാണ്. അപ്പോൾ ഇനി മുകളിൽ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ച് സെറ്റപ്പ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പിടി കിട്ടിക്കാണും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇരുന്നോട്ടെ. ഇത് ഇത് സ്പെഷ്യൽ ടോർച്ചാ ഗൈസ്, ഇത് സ്പെഷ്യൽ ടോർച്ചാ. ഈ മോളിക്ക് കീറുമ്പോൾ ചന്തം വേണം ഗൈസ്. ആ ചന്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ശരിക്കും റെയിലിട്ടു. റെയില് ഇപ്പോൾ പിടികിട്ടി. നമുക്ക് ഈ റെയിൽ അങ്ങോട്ട് ഇട്ടാലോ? നമുക്ക് റെയിൽ കൂടെ എന്നിട്ട് നടന്നു പോവാം. എങ്ങനെ ഉണ്ടാവും ഐഡിയ? ഓക്കെ, നമ്മൾ ഒന്നും കൂടി മുകളിലേക്ക് പോട്ടെ. വലം വെച്ച് മുകളിലേക്ക് പോകും. നമ്മൾ വായിലടിച്ചിരിക്കണോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫൈനൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടിയാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റെപ്പ് വെക്കാൻ പോകട്ടെ ഗൈസ്. അതാ ഈ സ്റ്റെപ്പ് നമ്മളിവിടെ വെക്കാം. ഒയ്യോ, നമ്മുടെ ഒരു കണി കേളി കഴിയുമ്പോൾ ഒയ്യോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റെപ്പ്
സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഇരുന്നോട്ടെ അല്ലേ? ക്യാമ്പ് ഫയർ വേണ്ട 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 വേണ്ട. ഇവിടെ ഈ റെഡ് സ്റ്റൂൺ ഇരുന്നോട്ടെ. റെഡ് ഇത് ഇരുന്നോട്ടെ റെഡിൻ്റെ. ഓക്കെ, അപ്പോ ഇനി റെയില് ഇങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത റെയില് നമ്മൾ നേരെ ഇതിൻ്റെ ഇങ്ങോട്ട് പോയിപ്പിക്കും. അണ്ടർസ്റ്റാൻഡ്? ഒരു മിനിറ്റ് ഗൈസ്, ഇതൊന്ന് മാറ് ഗൈസ്. ഇതാണെങ്കിലോ ഒരു കാര്യത്തിലും പറ്റണില്ല. നമ്മളിത് തുറന്നിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ വളച്ച് ഇങ്ങനെ വരുത്തണം. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഇനി ഇത് ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ പോവുക. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അവിടെ സ്റ്റെപ്പും നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആയതുകൊണ്ട് സീനൊന്നും ഇല്ല ഗൈസ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമുക്ക്. അയ്യോ പണിപാളി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്യാമ്പ് ഫയർ, ഇതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി. ഓക്കെ, ഇനി നമ്മൾ ഈ റെയിലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? അയ്യോ ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് പണിയാനുണ്ട്. അത് നമ്മൾ നേരെ സെറ്റാക്കാൻ പോണത് ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെയില് ഇവിടെ റെഡി ഉണ്ട്. ഇനി നമുക്കൊരു സ്റ്റെപ്പ് ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് റെഡിയാക്കാം. എന്നിട്ട് നമ്മൾ എന്തറിയും കേട്ടാൻ പോകുന്നത്, ഇപ്പം ഒരു ട്രെയിൻ അങ്ങോട്ട് വെക്കുക. ട്രെയിന് നോക്കിയോ കേട്ടോ, ട്രെയിൻ ഉണ്ടാകും. ട്രെയിൻ ഇതാണ് എന്തായിരുന്നു ഗൈസ്? ട്രെയിൻ രണ്ടായി ഒന്നും വേണ്ട, ഒരൈ മതി. ഈ ട്രെയിൻ ഓക്കെ, അങ്ങനെ പറ. നമ്മക്കിപ്പോ കാര്യം മനസ്സിലായി. റെയില് അടിക്കുക നമ്മൾ ഫസ്റ്റ്. എന്നിട്ട് റെയിലല്ല ട്രെയിൻ ഓക്കെ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അതല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. നമുക്കിതിൻ്റെ ഒരു കുഞ്ഞ ബ്ലോക്ക് എടുത്തിട്ട് ഇത് സക്സസ് ആവാതിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് വേണ്ട ഇത് മതി മോനെ. ഇത് മതി. ട്രെയിൻ എങ്ങനെ ഇപ്പം ഉണ്ടാക്കുക?
ഗൈസ്, എൻ്റെയൊക്കെ വീടിൻ്റെ ആവശ്യത്തിനാണ്. നമ്മൾ ചങ്ങല ഇവിടെ വെച്ചിട്ടുണ്ട്. ചങ്ങല എന്തിനാണെന്നറിയില്ല. ചങ്ങല എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതല്ലല്ലോ, സാധനം മാറിപ്പോയി. ഏയ് ഏ ഏ ഏ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇത് ഏതിൻ്റെ മുള്ള ഇതിൻ്റെ ചെറുതായി ബോറിങ് ഇല്ലേ? എനിക്കും തോന്നി ചെറുതായി എന്തോ പോലെ. നമ്മുടെ കയ്യിൽ പിന്നെ കുറച്ച് വേസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ആവശ്യം വരും. ഇതൊക്കെ എന്ത് കിണ്ടിയാണ് നമ്മുടെ അടുത്തുള്ളതൊക്കെ എന്ത് കിണ്ടിയാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ വന്ന് അങ്ങനത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിള്ള ഇതിൻ്റെ ഉള്ളിൽ ഇതിരുന്നോട്ടെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ പോയി ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ അടുത്തത് ചെയ്യാൻ പോണ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. തീരോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വെയിറ്റ് മിനിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഒരു ക്യാമ്പ് ഫയർ അങ്ങോട്ട് വയ്ക്കാൻ പോകും. ഇത് ബോറിങ്ങാ, ഇതങ്ങോട്ട് മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ പുലർച്ചെ 5 മണിയായിരിക്കുകയാണ്. വെയിറ്റ് മിനിറ്റ്. ഈ ചലന്തി അയ്യോ, ഈ ചലന്തി ആണെങ്കിലോ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായോണ്ടാണ് ഈ ചലന്തിയൊക്കെ ഇതിൻ്റെ മേലെ വന്നത്. ഗൈസ്, ഇത് അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനം അല്ല അല്ലേ? അല്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ തൽക്കാലത്തിന് ഈ ഒരു കലിങ്കട്ട സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ എന്താണാവോ ഗൈസ് സാധനം. നമ്മൾക്ക് ഇതങ്ങോട്ട് വയ്ക്കും. ഇത് ആവശ്യമില്ലാത്ത സാധനം ഗൈസ്. ഇത് നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം. തൽക്കാലത്തിന് തന്നെ പല സ്റ്റൈലുണ്ട് ഗൈസ്. ആയിട്ട് ഈ സ്റ്റൈല് നമ്മൾ വാങ്ങുമ്പോൾ മുസ്തഫ ഇങ്ങനെ ഇരുന്നൂടെ. എന്നിട്ട് ഡെൻഡിറോ ഈ ചമ്മാരിയാടിനെ കൊണ്ട് എൻ്റെ സ്വഭാവം അറിയും.
എടാ ചെമ്മരിയാളെ നീയൊക്കെ ഉണ്ടോ? ആ അത്ര ഉള്ളൂ. ആ ചെമ്മരിയാടൊക്കെ ഇത്ര ഉള്ളു ഗൈസ്. നമുക്ക് ചിക്കൻ കിട്ടി. എടാ ടയർഡാ അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിറച്ച ആൾക്കാരുടെ പന്തലാവും. ശരി ഇരുന്നോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത മുറിയടാ. എന്റെ പവർ അറിഞ്ഞിട്ടാലേ നീ പോകുമല്ലോ. നമ്മുടെ കയ്യിൽ സ്വർണ്ണക്കനാല് ഈ ഹിന്ദിയൊക്കെ എന്താ കാര്യം? അണിപ്പോലും വെള്ളത്തിൽ കിട്ടിയോ ഒരു സംശയം. കിട്ടിക്കാടില്ലല്ലേ? അയ്യോ പണിവാളി. ഗ്ലാസ് ഇപ്പൊ രക്ഷപ്പെട്ടു. മീറ്റൊക്കെ എന്തിനാ അല്ലേ? നമ്മള് 2 ജനല് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ഗൈസ് നമ്മള് പണിയാൻ പോണ സാധനത്തിന്റെ പേരെന്താ അറിയോ? അത് അണ്ടർ വാട്ടറാണ് ഗൈസ്. എന്ന് വെച്ചാൽ അണ്ടർ വാട്ടറിന്റെ പിന്നെന്താ നമ്മള് അടിയിലേക്ക് ഒരു കനാല് എങ്ങനെയായിരിക്കും? ഒരു മിനിറ്റ്. ഇതിനെ കൊണ്ട് ഓക്കെ ഇതിലിപ്പോൾ ഏതപ്പോൾ ആവശ്യമില്ല. ഇത് മതി. ഓക്കെ നമ്മൾ അടിയിലേക്ക് ഈ കനാല് വെക്കാൻ പോവുകയാണ്. ഇതേറ്റൊന്നും ഒരു ഗുണമില്ല. ഗോൾഡൻ ആക്സ് മതി. ഓ ഗൈസ് ഇഷ്ടം പോലെ പെട്ടെന്ന് കൊണ്ടുവരാം. ഇരുട്ടാവണോർക്കം ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇത് വെക്കണം. നമ്മൾ പിന്നെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞെങ്കിൽ ഒരു അണ്ടർ വാട്ടർ സെറ്റപ്പ് ചെയ്യാമെന്ന്. ഒരു വെള്ളമാവണ വരെ നമുക്ക് ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു. വെള്ളമാവണ വരെ ഞാൻ പറയാം. വെള്ളമാവണ വരെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്നും നോക്കാനില്ല. ഇവിടെ നമ്മൾ തൽക്കാലത്തിന് ഇപ്പോൾ ഒന്നും സെറ്റാക്കണില്ല. നൈജിട്ട് ശ്രീനന്ദ് നൈജിഡ് ശ്രീ അല്ലെങ്കിൽ ഇവിടെ ഒരു നമുക്ക് വേറെ പോസ്റ്റ് ശ്രീനന്ദ് ഗെയിമർ അങ്ങോട്ട് വെച്ചാലോ. നമ്മുടെ പേര് തന്നെ നമ്മൾ കണ്ണ് കാണൂലോ ലക്ക. നമ്മൾക്ക് നമ്മുടെ വീടിനൊരു നെയിം ഇടണ്ടേ? എന്ത് പറയുന്നു മിസ്റ്റർ ശ്രീനന്ദ്? ഇല്ല, നമ്മളപ്പോൾ ഇത് അടയ്ക്കാൻ പോവാട്ടോ. അടച്ചിരിക്കുകയാണ് ഗൈസ്. ഇനിയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അത് അണ്ടർ വാട്ടറിൻ്റെ അടിയിൽ എന്താവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ പോവാട്ടോ. അണ്ടർ വാട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സെറ്റപ്പ് അങ്ങോട്ട് ചെയ്യാൻ പോവാ. എടാ ടോർച്ച് ഒന്ന് കത്തടാ. അയ്യോ നമ്മൾ പെട്ടു ഗായ്സ്.
ഏയ് അയ്യോ ഇത് പണിയാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഗ്ലാസ് ഇതിൻ്റെ ഇവിടെ അങ്ങോട്ട് വെക്കാം. അങ്ങനെ ആവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, നമ്മൾ ഗ്ലാസ് വെച്ചാൽ ഇതിൻ്റെ ഇത് കൂടെ വെള്ളം വരില്ലല്ലോ. അങ്ങനെ അണ്ടർ വാട്ടർ സെറ്റപ്പും ചെയ്യാം, വെള്ളം വരാത്തയും സെറ്റപ്പ് ചെയ്യാം. അയ്യോ ഇതിപ്പോ വെള്ളം വരുന്നുണ്ട് ഗൈസ്. വെള്ളം വരും. അയ്യോ എനിക്ക് മോളിക്കാത്തണേ. കുടുങ്ങി ഗൈസ്, കുടുങ്ങി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ എത്തിയാൽ നമുക്കിനി ഒറ്റ വഴിയുള്ളൂ ഗൈസ്. അത് ഗ്ലാസിൻ്റെ വേറൊരു സംഭവം എടുക്കുക. എന്താണെന്നറിയെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. നമ്മൾ ഗ്ലാസിൻ്റെ വേറൊരു സംഭവം, വേറെ പറഞ്ഞാൽ ഒരു വേറെ ഇത് തന്നെ നമ്മൾ എടുക്കാൻ പോവാണ്. ഇല്ല പിന്നെ ഉള്ളി പണി അത്രയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ രക്ഷിക്കുന്നേ. ഗായ്സ്, ഇത് ഇഷ്ടംപോലെ പണിയുള്ള കാര്യമാണ്. നമുക്കെന്നാ ഒരു കാര്യം അങ്ങോട്ട് ചെയ്താലോ. ഫസ്റ്റ് ഗോൾഡൻ ഇത് മുറിക്കുക. ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് കുഴിക്കല്ലേ, എന്നിട്ട് ഇറങ്ങണം. അപ്പം ഇവിടെയൊക്കെ ടോർച്ചൊക്കെ വെക്കണം കേട്ടോ. ഈ സൈഡ് കുഴിക്കുക ഇറങ്ങുക. ഉയ്യോ എന്നിട്ട് ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു സംഭവമില്ലേ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പോസ്റ്റർ അങ്ങോട്ട് വെക്കുക, ശ്രീനാന്ത് ഗെയിമർ എന്ന് വെച്ചാൽ നമ്മുടെ പേര്. നമ്മളിവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് വെള്ളം ഇടാൻ പോവുക. അതിൽ എഴുതിയാണ് ശ്രീനാന്ത് ഗെയിമർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ എന്നറിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. ഇന്ന് വെച്ച വാട്ടറാണ് ഗൈസ്, വാട്ടർ റേറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഈ വാട്ടർ റേറ്റ് എന്താ പണിയെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. വാട്ടർ ബക്കറ്റ് 2 എന്തിട്ടല്ലേ കനാല്. ഇനി നമ്മളിപ്പോട്ടെ വെള്ളം അങ്ങോട്ട് നിറക്കണം. ഇനി നമ്മൾ ഇങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു. ടാണ്ടാണ്ടാണ്ട ഇത് നമ്മുടെ ഏരിയ പറഞ്ഞ് നമുക്ക് ഒന്നങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരും. നമ്മളിതിൻ്റെ അടിയിൽ നമ്മൾ ഇടാൻ പോവാണ്. ഒരു മിനിറ്റ്, എവിടെ അത്? ചെസ്റ്റ് ഇതിൻ്റെ അടിയിൽ നമ്മൾ ജസ്റ്റ് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ
നമ്മൾ ചെസ്റ്റ് വെക്കുക. എന്നിട്ട് ഈ ചെസ്റ്റ് തുറക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പകുതി മുക്കാലും ഐറ്റംസ് നമുക്ക് അമ്മ വെല്ലൊക്കെ എന്തിനാ നമ്മളുടെ ഇത് വലിയ സാധനം കേട്ടോ. ഇതൊക്കെ വേണം. ഇതും നെയിം ടാഗ് അത് നമുക്ക് അത്യാവശ്യം ചെസ്റ്റൊക്കെ എന്തിനാ. ഓക്കെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലെത്തി. നമുക്കിനി ഇടയ്ക്ക് ഇത് നമ്മുടെ ഏരിയ പറഞ്ഞാൽ അങ്ങോട്ട് വരാം. പിന്നെ ഈ ഏരിയ ഇവിടെ ഒരു നെയിമിൻ്റെ ഇതാണ്ട് വെച്ചിട്ട് ശ്രീനാഥ് എന്ന് അടിക്കുക. അങ്ങനെ അടിച്ചാൽ മതി, ജസ്റ്റ് അങ്ങനെ അടിച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീടിന് പേരിടുക. നമ്മുടെ വീട് എവിടെ നമ്മൾ മറന്നു. ഇപ്പോഴും ഓർമ്മ കിട്ടി. നമ്മൾ ഉണ്ടാക്കിയ പാലം. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ വീടിൻ്റെ ഇപ്പട്ടെ നമ്മൾ നെയിം ഇടാൻ പോവാ. ശ്രീകാന്ത് എന്നിട്ടിട്ട് ഗെയിമർ എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിട്ടിട്ട് ഹൗസ് എന്ന് ചെയ്യാം. ഹൗസ് ഓക്കെ, ഇത്രയുള്ള പണി ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബോർഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് ഇന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നെയിം ടാഗ് ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ മഴ വേണം അങ്ങോട്ട് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിങ്ങൾ പറയരുത് എന്തിനാ ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത്. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇവിടെ തീ അങ്ങോട്ട് വയ്ക്കാൻ പോവാം ഗൈസ്. പിന്നെ ഇത് നമ്മുടെ ഏരിയ, ഇത് ശ്രീനാഥ് ഗൈമർ ഏരിയ. അപ്പോൾ ഈ വീട് നമുക്ക് അത് ശരിക്കും വില്ലേജേഴ്സിൻ്റെ വീടാ. എൻ്റെ അമ്മോ എന്ത് പൊളിയാന്നറിയോ വില്ലേജേഴ്സിൻ്റെ വീട്. ഇതെന്ത് സാധനം? നമ്മളിപ്പോൾ ഇതായിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇതൊക്കെ ഒന്നില്ല ഇവിടെ. ഇവിടെ ആളെയ്യട്ടെ, ഒന്ന് സ്ട്രൈ ചെയ്തോട്ടെ. അതെ, ഇനി നമുക്ക് വില്ലേജസിൻ്റെ ഈ ബടിയും ഇത് സെക്കൻഡ് അല്ല കേട്ടോ ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോണേ? നമുക്ക് മൃഗത്തിൻ്റെ കൂട് ഇവിടെ നോക്കുമ്പോ കണ്ടോ മഞ്ഞ് വീണു. കണ്ട ഗൈസ്, ഇത് പിന്നെ അമ്മനെ പശുവിനെ പോലെ നമ്മൾ നമ്മുടെ വീടവിടെ നമ്മൾ മറന്നു ഗൈസ്. എന്താ നിരാശ, എന്താ തമാശ ഗൈസ്. ഇത് നല്ല ഏരിയ തന്നെയാണ്, പക്ഷെ ഈ ഏരിയയിൽ വന്നപ്പോൾ എൻ്റെ വീട് എവിടെയെന്ന് മറന്നുപോയി ഗൈസ്. നമ്മൾ മറന്നു. ഒന്ന് മറന്നു ഇവിടെ നമ്മുടെ വീട്. ഇനി നിങ്ങൾക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വില്ലേജ്
ഇവിടെ എവിടെ വെച്ചേട്ടാ ഒരു പാലം കണ്ടാ മതി. എവിടെ ആ പാലം എവിടെ? എന്താ നിരാശ, എന്താ തമാശ, എന്താ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ എനിക്കറിയാം. ഇത് നമ്മൾ ഉണ്ടാക്കിയല്ലേ. ഇതിന്റെ ഇപ്പുറത്തെ എവിടെയോ ഒറ്റയാണ് പാലം. ആ പാലം കണ്ടാക്കി സന്തോഷാവും. എവിടെ പാലം എവിടെ? ഹൃദയം പൊട്ടി എന്താണ് ആ സിറ്റി? ഇവിടെ എവിടെയോ ഒറ്റയാണ് ഗൈസ് നമ്മുടെ ഹൗസ്. മൈ ഹൗസ് എവിടെയാണ്? എന്റെ ഹൗസ് അയ്യോ ഗൈസ് സേവ് കിട്ടി ഗൈസ്. നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങാൻ പോകട്ടോ ഗൈസ്. നമ്മുടെ സ്ഥലം റീസ്പോൺ ആകുമ്പോ എന്ന് തോന്നുന്നു ഗൈസ്. വീട്ടിലായാ മതിയായിരുന്നു. അയ്യോ കൃഷ്ണ ഗൈസ്. പണി പോലെ വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വീട് നമ്മൾ തന്നെ മറന്നുപോയി. ഈ വെറുതെ വന്നയോ നമ്മുടെ ഗുണാക്കേവ് എല്ലാതും പോയി. ഇതില് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഗുണാക്കേവ് എല്ലാതും പോയി ഗൈസ്. ഗുണാക്കേവ് അയ്യോ ഗൈസ് എന്റെ ഗുണാക്കേവ്, എന്റെ അമ്മോ എന്റെ കേവ് എല്ലാതും ഈ ഒരു നിമിഷം തകരാറിലായി. അയ്യോ എന്റെ അമ്മോ, എവിടെയാണ് എന്റെ ഹൗസ്? എന്റെ ഹൗസ് എനിക്ക് കണ്ടെത്തണം. എവിടെയാണ് ഗായ്സ്? എന്റെ ഹൗസ് കാണാമല്ലോ. എടാ മഴ, ഈ മഴ ഒന്ന് നിന്നാ മതിയായിരുന്നു പെട്ടെന്ന്. എടാ മഴ ഒന്ന് നിക്ക്. ആ ഗായ്സ്, ഇത് നമ്മുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെത്താനും പറ്റൂലേ? ഗൈസ് ഇതല്ല, ഇത് വലിയ വാട്ടർ സെറ്റപ്പ് സ്ഥലമാണ്. ഇതാണ് മൈൻക്രാഫ്റ്റിന്റെ വലിയ ആഴങ്ങള്. ആഴങ്ങളായി മാറുന്നിതാ. ഓ എവിടെ ഞാൻ എവിടെ? സിറ്റി ഹൃദയം പൊട്ടി ഒടുവിൽ ചുറ്റി. ഗായ്സ് ഒടുവിൽ നമ്മള് പെട്ടല്ലോ. എന്റെ വീട് എവിടെയാണ്? മൈ ഹൗസ് എവിടെയാണ്? എന്റെ വീട് എവിടെയാണ്? ഗൈസ് നമ്മുടെ വീട് തരത്തിന് കിട്ടാതെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. 30 മിനിറ്റായി. പക്ഷെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യൂല. നമ്മളെ വീട് കിട്ടണം. നമ്മുടെ വീട്ടിൽ കിട്ടാൻ നിങ്ങൾക്ക് ഈ വീട് കഴിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. പ്രാർത്ഥിച്ചോളൂ എൻ്റെ വീട് കിട്ടാൻ. നിങ്ങളെ വീട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഗായ്സ് എൻ്റെ സിറ്റിയിൽ ഇപ്പോൾ മഴയല്ല, ഫുള്ള് ഇതാണ് ഐസും കട്ട. ഐസ് ഗായ്സ് കണ്ട, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസും കട്ട കിട്ടി. ഈ മഞ്ഞ് കാലത്ത് ഇങ്ങനൊരു ഭാഗം കാണുകയാണെങ്കിൽ അതെൻ്റെ ഭാഗമാവില്ലേ? അയ്യോ എൻ്റെ വീടെവിടെ? എൻ്റെ വീടെവിടെ? എൻ്റെ നാടെവിടെ? എൻ്റെ കുടുംബം എവിടെ? എൻ്റെ വീടെവിടെ? ആ പാലം ഗായ്സ്, ആ പാലം ചെറുതായി എവിടെയോ കണ്ട പോലെ. ആ പാലം ഉണ്ടെങ്കിൽ എൻ്റെ വീടെത്തി. എവിടെയാണ് ആ പാലം? എവിടെയാണ് ആ പാലം? മൈൻക്രാഫ്റ്റ് കുടുംബക്കാര് മൊത്തം അയ്യോ എവിടെ എൻ്റെ പാലം? അല്ല എൻ്റെ ഹൗസ് എവിടെയാണ്? ഗൈസ്
നമ്മളപ്പോ ഈ ഹൗസിന് വിട പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അയ്യോ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹൗസാണ്. ഇനിയിപ്പോ വേറെ വഴിയില്ല. നമ്മുടെ വില്ലേജേഴ്സിന്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇനി വില്ലേജേഴ്സിന്റെ കൂടെയാവും നമ്മൾ അടുത്ത വീടുകളിൽ ജീവിക്കാം. അപ്പോ എല്ലാവർക്കും ഗുഡ് ബൈ.